വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് ആചരണത്തെക്കുറിച്ച് വിവാദം. ഒരു സാബത്ത് ദിവസം അവൻ വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. ജീവിതബന്ധിയല്ലാത്ത നിയമങ്ങളെക്കാൾ ജീവനുള്ള മനുഷ്യനാണ് പ്രധാനം. ജീവിതബന്ധിയല്ലാത്ത നിയമങ്ങളും ആചാരങ്ങളും അനുസരിക്കുക എന്നതിനേക്കാൾ ജീവിതബന്ധിയായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുകയാണ് മനുഷ്യനെ ഉചിതമായിട്ടുള്ളത് എന്ന യേശുവിന്റെ പഠനം ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശുവും ശിഷ്യന്മാരും ഗ്രാമങ്ങളും പട്ടണങ്ങളും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ ഒരു സുഹൃത്തായും ദൈവത്തിന്റെ രാജ്യത്തെയും പറ്റി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും നടന്നിരുന്ന ആ കാലം. ഒരു ദിവസം യേശുവും തന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള യാത്ര വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലിൽ കൂടിയായിരുന്നു. വാസ്തവത്തിൽ ശിഷ്യന്മാരും യേശുവും വളരെ ക്ഷീണിതരായിരുന്നു. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലിൽ കൂടെയുള്ള യാത്രാമധ്യേ ഗോതമ്പിന്റെ കതിരുകൾ ശിഷ്യന്മാരിൽ ചിലർ പറിച്ച് അവർ അത് ഭക്ഷിക്കാനിട വന്നു. ഇത് നിരീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്ന ഫരീസയരിൽ ചിലർ വലിയ ധർമ്മരോഷത്തോടുകൂടെ അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എന്ന രീതിയിൽ യേശുവിനെ സമീപിക്കുകയാണ്. അവർ യേശുവിനോട് പറയുന്നു, എന്താണ് താങ്കളുടെ ശിഷ്യന്മാർ ശാബത്ത് നിയമം ലംഘിക്കാൻ ഇടവരുന്നത്? അതൊരു യഹൂദൻ എന്ന നിലയ്ക്ക് ഭൂഷണമല്ല. താങ്കൾ അതിന് കൂട്ടുനിൽക്കുന്നതും ഉചിതമല്ല. ഈ തരം ചോദ്യങ്ങളുടെ മുമ്പിൽ ഒരിക്കലും പതരാതെ യേശു ഉത്തരമായിട്ട് അവർ തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് ഉത്തരം നൽകുകയാണ്. മഹാനായിട്ടുള്ള ദാവീദ് രാജാവ് മതത്തിന്റെ ചില നിയമങ്ങൾ ആവശ്യത്തെ പ്രതി ലംഘിക്കാൻ ഇടവന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നാണ് യേശു അവരോട് ചോദിക്കുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ ആവശ്യങ്ങളാണ് ജീവിതപരിധിയല്ലാത്ത നിയമങ്ങളും ആചാരങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് യേശു അവരെ സൂചിപ്പിക്കുകയാണ്. അതോടുകൂടി യേശു അവരോട് ചോദിക്കുന്നു, പുരോഹിതന്മാർ ദേവാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. ആ അനുഷ്ഠിക്കുന്ന കൂട്ടത്തിൽ ശാബത്ത് ദിവസം വളരെ ബദ്ധപ്പാടില് പലതരം ജോലികൾ അവർ ചെയ്യുന്നു എന്ന് വരികിലും അവരെ ശാബത്ത് നിയമം ലംഘിക്കുന്നവരായിട്ട് നിങ്ങൾ കരുതുന്നില്ല. എന്റെ പാവപ്പെട്ട ശിഷ്യന്മാർ അവർക്ക് വിശപ്പും ദാഹവും തോന്നിയത് കൊണ്ട് ഗോതമ്പ് വയലിൽ കൂടി നടന്നു പോകുമ്പോ ചില കതിരുകൾ പറിച്ചു ഭക്ഷിച്ചു എന്നുള്ളത് വലിയ അപരാധമായിട്ട് കാണണമെന്നില്ല, ഞാൻ അവയെ കാണുന്നുമില്ല. എന്നാൽ ഫരിസേയരുടെ വ്യാഖ്യാനം അനുസരിച്ച് യേശുവിന്റെ ശിഷ്യന്മാർ ശാബത്ത് നിയമത്തിലെ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ ലംഘിക്കാൻ ഇടവന്നു എന്നുള്ളതാണ് അവരുടെ വ്യാഖ്യാനം. കൊയ്ത്ത്, മെതി, ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുക, ഇത് 3ഉം ഇവർ ഈ കതിരുകൾ പറിച്ച് ഭക്ഷിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ ലംഘിച്ചു എന്നാണ് അവരുടെ വ്യാഖ്യാനം. കൊയ്ത്ത് എന്ന് പറയുന്നത് കതിരുകൾ പറിക്കുന്നത് അവർ കൊയ്ത്തിനോട് സാദൃശ്യപ്പെടുത്തി. മെതി എന്ന് പറയുന്നതാണ് ഉള്ളം കൈയിലിട്ട് തിരുമ്മിയത്, ഉണ്ണിക്കളയാൻ വേണ്ടി തിരുമ്മിയത് മെതിയായിട്ട് അവർ വ്യാഖ്യാനിച്ചു. ഗോതമ്പ് മണികൾ വായിലിട്ട് കടിച്ച് ചതച്ച് അവർ അതിനെ വ്യാഖ്യാനം കൊടുത്തത് ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ട് വ്യാഖ്യാനം കൊടുത്തു. ഇങ്ങനെ നോക്കുമ്പോൾ ശാബത്ത് നിയമം ഗഹനമായ രീതിയിൽ നിന്റെ ശിഷ്യന്മാർ തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. യേശു തുടർന്ന് പറയുകയാണ് അതിന് ഉത്തരമെന്ന രീതിയിൽ, ശാബത്ത് നിയമത്തെ ഞാനും ആദരിക്കുന്ന വ്യക്തിയാണ്.
ദൈവം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയാണ് ശാബത്ത് നിയമം നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യരെന്ന് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നതിനും മക്കൾ എന്ന രീതിയിൽ ദൈവത്തിനോടുള്ള കടപ്പാട് അവരെ നിർവഹിക്കാൻ അവരെ സഹായിക്കുന്നതിനും വേണ്ടി ആണ് ശാബത്ത് നിയമം അവർക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ശാബത്ത് നിയമത്തിന്റെ ചൈതന്യം നിങ്ങൾ മറന്നുകൊണ്ട് സാധാരണ ജീവിതത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ പാവപ്പെട്ട ആളുകളെ മുടക്കാനിട വരുന്നു. ഇത് സത്യവിരുദ്ധമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. എന്നിട്ട് യേശു തുടർന്ന് പറയുന്നു, മനുഷ്യന് വേണ്ടിയാണ് ശാബത്ത് ദൈവം തന്നിരിക്കുന്നത്. ശാബത്തിന് വേണ്ടി മനുഷ്യനാകരുത്. മനുഷ്യനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. നിയമങ്ങള് മനുഷ്യന് വേണ്ടിയായിരിക്കണം. ഒന്നുകൂടി യേശു അവരോട് പറയാൻ മറന്നില്ല, മനുഷ്യപുത്രൻ ശാപത്തിന്റെയും അധിപനാകുന്നു. അതുകൊണ്ട് എന്റെ ശിഷ്യന്മാർ ഈ അവസരത്തിൽ ചെയ്തത് ശാപത്തിന്റെ ലംഘനമായിട്ട് നിങ്ങൾ കരുതേണ്ടതില്ല. ഞാൻ അതിനെ അങ്ങനെ കണക്കാക്കുന്നുമില്ല. നിങ്ങളുടേതായിട്ടുള്ള നിശ്ചിത താല്പര്യത്തിനനുസരിച്ച് നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന രീതിയിലാണ് യേശു ആ സംവാദത്തെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഫരീസയരുടെ ദുർവ്യാഖ്യാനത്തിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും കയറിപ്പറ്റാൻ ഇടവരാതിരിക്കാനുള്ള കരുതല് ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് തീർത്തും ഉഷ്ണമാണ്.